ഹായ് ഡിയേഴ്സ്, വളരെ ചെറിയ സമയത്തിൽ ഒരു വലിയ നോളജ് നമുക്ക് എടുത്താലോ. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ കുറച്ച് പ്രോസസ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. നീറ്റിൽ റിപ്പീറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഇത് കൺഫ്യൂഷനാണ്. ഇത് എങ്ങനെയാണ് പഠിക്കുക, ഇത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് എന്താണ് മാർഗം, ഇത് ഡിഫറൻസിയേഷൻ ആണോ ഡീഡിഫറൻസിയേഷൻ ആണോ റീഡിഫറൻസിയേഷൻ ഉള്ളത് മാറിപ്പോകുമല്ലോ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംഭവം എന്താണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഡിഫറൻസിയേഷൻ എന്നാണ് അറിയേണ്ടത്. ഡിഫറൻസിയേഷൻ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഒരു പേരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഒരു പേരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് സെല്ലുണ്ടാവും. ചിലപ്പോൾ അത് അരിത്തമെറ്റിക് ജോമെട്രിക് ഗ്രോത്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ചില സെല്ലുകൾ എന്ത് ചെയ്യും, രണ്ടിനും ഡിവിഷൻ കിട്ടും. രണ്ട് സെല്ലും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല എന്ന് വിചാരിക്കുക, ഇതല്ല അവിടെ നടക്കുന്നത്. രണ്ട് സെല്ലുണ്ടായി, ഒരു പേരന്റ് സെല്ലിൽ നിന്ന് രണ്ട് സെല്ലുണ്ടായി. ആ രണ്ട് സെല്ലില് ഒരാൾക്ക് ഡിവിഷനും ഒരാൾക്ക് ഡിഫറൻസിയേഷനുമാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെല്ലിനൊരു ഫംഗ്ഷൻ കിട്ടുകയാണ്. മറ്റേ സെല്ല് പിന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ മെരിസ്റ്റമാറ്റിക് സ്റ്റേജിലാണ്, അവർ പിന്നെ ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥമാക്കുന്നത് ആ സെല്ല് ഇനി ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല, അവർക്കൊരു ഫംഗ്ഷൻ കിട്ടി. അതാണ് ഡിഫറൻസിയേഷൻ എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ എന്നൊരു വാക്ക് അതിനോർത്താച്ചാൽ മതി, കേട്ടല്ലോ. അപ്പൊ ഇവർക്കൊരു ഫംഗ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. പാരൻകൈമ സെല്ല്, ഒരു പാരൻകൈമ സെല്ല് പ്ലാന്റിൽ ഫോം ആവുന്നത് നമുക്കറിയാം. പാരൻകൈമ സെല്ല് എന്ന് പറഞ്ഞത് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിൽ വരുന്ന സാധനമാണ്. ഇറ്റ്സ് എ പെർമനന്റ് ടിഷ്യൂ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ഇതെല്ലാം പെർമനന്റ് ടിഷ്യൂവിൽ വരുന്ന സാധനമാണല്ലോ. അപ്പം ഒരു പേരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഡോക്ടർ സെല്ല് ഉണ്ടായി. ആ ഡോക്ടർ സെല്ലിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, പാരൻകൈമ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പാരൻകൈമ സെല്ലിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്തൊക്കെയാ? ഫുഡ് സ്റ്റോറേജ് ചെയ്യണം, ആൻഡ് ഫോട്ടോസിന്തസിസ് ഇതൊക്കെ ഇവരുടെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്, നമ്മുടെ പാരൻകൈമ സെൽസിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പേരന്റൽ സെല്ലിൽ നിന്ന് ഒരു പാരൻകൈമ സെല്ലുണ്ടായി, അവരിത് ഈ ജോലി എടുക്കുന്നു, മര്യാദയ്ക്ക് ജീവിക്കുക. ഇനി അതുപോലെ തന്നെ എക്സാമ്പിൾ ആണ് നമ്മുടെ സൈലം, ഫ്ലോയം ഇതൊക്കെ എടുത്ത് നോക്കിയാൽ സൈലത്തിലെ ട്രക്കീഡ്സ് എടുത്ത് നോക്കാം. സൈലത്തിലെ ഏതൊരു സാധനം നമുക്ക് എടുക്കാം. സൈലത്തിലെ ട്രക്കീഡ്സ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സൈലത്തിലെ ട്രക്കീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലം ഒരു പെർമനന്റ് ടിഷ്യൂ ആണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. അതിന്റെ കമ്പോണൻസിൽ ഒരു കമ്പോണൻസ് ആണ് വെസൽസ്, ട്രക്കീഡ്സ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ എന്ന് പറയും. അതിലൊരു കമ്പോണന്റ് ആണ് നമ്മുടെ ട്രക്കീഡ്. അപ്പൊ ഈ ട്രക്കീഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പേരന്റൽ സെല്ല് ഇതാന്ന് വിചാരിക്കാം. ഒരു പേരന്റൽ സെല്ലിൽ നിന്ന് ഡിവൈഡ് ആയിട്ട് രണ്ട് സെല്ലുണ്ടായെന്ന് വിചാരിക്കുക. ഒന്ന് ഡിവിഷനും ഒന്ന് ഡിഫറൻസിയേഷനുമായി. ഡിഫറൻസിയേഷൻ മീൻസ് വാട്ട്? ഫംഗ്ഷൻ എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ ചേഞ്ചസ് വരാൻ പോവാ. ഈ ഡിഫറൻഷിയേറ്റഡ് സെല്ലിൽ ചേഞ്ചസ് വന്നിട്ട് ഇതിന്റെ ഫർദർ ഡിവൈഡിങ് കപ്പാസിറ്റി മുഴുവൻ പോകും. ഇവിടെ സെൽ വാളിന്റെ ഡിപ്പോസിഷൻ എല്ലാം അങ്ങ് കൂടിയിട്ട് ഇത് എൻലാർജ്മെന്റ് തുടങ്ങും. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഒരുപാടൊന്നും എൻലാർജ് ആയി പോകില്ല. അവർ ജസ്റ്റ് ഒരു പ്ലാസ്മാറ്റിക് ഗ്രോത്ത് നടന്നിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യും. പക്ഷേ ഇവരിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ട്രക്കീറി എലമെന്റ്സ് എല്ലാം അവിടെ ഫോം ആയിട്ട് ഇവർ നല്ല തിക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരൊരു ഫംഗ്ഷൻ അങ്ങ് എടുക്കും. വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഇവരെടുക്കാനായിട്ട് പോവാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് ഇവർ ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. ഏതൊരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു ഫംഗ്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഡിഫറൻസിയേഷൻ. അപ്പൊ നമുക്ക് നേരെ മുകളിൽ എഴുതി വെച്ചേക്കാം, ഇറ്റ്സ് ഗെറ്റിംഗ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയും. അപ്പം നമുക്ക് നോക്കണം എന്താണ് ഡിഫറൻസിയേഷൻ. നമുക്കറിയണം ഡിഫറൻസിയേഷൻ. അത് കഴിഞ്ഞാൽ വരുന്നൊരു സാധനമാണ് റീഡിഫറൻസിയേഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇത് കൺഫ്യൂസ്ഡ് ആകും. അപ്പൊ എന്താണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കണം എന്ന് അറിയണമല്ലോ. ഡിഫറൻസിയേഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് റീഡിഫറൻസിയേഷൻ നോക്കാം. ഈ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അഗെയിൻ അല്ലെ, പിന്നെയും. ഓക്കെ, റീഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അർത്ഥമാക്കുന്ന ശരിക്കും എന്താ? പിന്നെയും ഫംഗ്ഷൻ കിട്ടുന്നല്ലേ, പിന്നെയും ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ മേളിൽ നേരെ എഴുതി വെച്ചേക്കാം, ഫംഗ്ഷൻ എന്ന് ചുമ്മാ ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡിഫറൻസിയേഷൻ നോക്കാം. അപ്പോൾ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പെർമനന്റ് ടിഷ്യൂസ് അവരൊരു ജോലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഒരു കാരണവശാലും ഡിവൈഡ് ചെയ്യാറില്ല. നോർമൽ കേസിൽ ഒരിക്കലും അവർ ഡിവൈഡ് ചെയ്യാറില്ല. പക്ഷേ അപ്പോൾ ആ പക്ഷേക്ക് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് ഇൻ സർട്ടൈൻ കണ്ടീഷൻ, ചില കണ്ടീഷൻസിൽ ഈ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി ഫംഗ്ഷൻ എടുത്തിട്ടുള്ള സെൽസ് again get in the capacity of division.
പിന്നെയും അവർക്ക് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല ഒരു കപ്പാസിറ്റി അങ്ങ് കിട്ടാൻ പോവുക. സാധാരണഗതി നടക്കുമോ? ഒരു കാരണവശാലും നടക്കില്ല. പക്ഷെ ഇവർക്ക് ചില സെൽസുകൾക്ക് മാത്രം പിന്നെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. ഫംഗ്ഷൻ എടുത്തവരാണ്, ഓൾറെഡി ഒരു പ്ലേസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു, പക്ഷെ അയാളോട് പറഞ്ഞു നിങ്ങൾ പിന്നെ ഡിവൈഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡി ഡിഫറൻസിയേഷൻ. അല്ലാതെ ആ പ്രോസസ്സ് നടന്നതിന്റെ റിസൾട്ട് അല്ല. ആ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡി ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചേക്കാം. ഇറ്റ്സ് എ പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കണ്ടേ? അതിന് എക്സാമ്പിൾ ആണ് പാരൻകൈമ സെല്ലിൽ നിന്നും പാരൻകൈമ സെല്ല് എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് വാസ്കുലാർ കേമ്പിയം ഉണ്ടാവുന്നു. വാസ്കുലാർ കേമ്പിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാസ്കുലാർ കേമ്പിയം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ വണ്ണം കൂടാനുള്ള സാധനമാണ്. ഈ പ്ലാന്റിന് വണ്ണം വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ടൈമിൽ പ്ലാന്റിന് വണ്ണം വെക്കാറില്ല. ഇത് സെക്കൻഡറി ആണ് ഈ ഗ്രോത്ത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെക്കൻഡറി ഗ്രോത്ത് എന്നൊരു പേര് അവർക്ക് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ്, ഈ വാസ്കുലാർ കേമ്പിയം ഫസ്റ്റ് ടൈം ശരിക്കും പ്ലാന്റിൽ ഇല്ല. ഇത് പിന്നീട് ഉണ്ടായി വരുന്ന. ഇവർ എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത് നമുക്കറിയണ്ടേ? ഇവർ ഈ പാരൻകൈമ സെല്ലിൽ നിന്നാണ്. ഈ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽസ് ആയിട്ടുള്ള നമുക്കറിയാം, റൂട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെരിസൈക്കിൾ, കൺജക്റ്റീവ് ടിഷ്യൂ, അതൊരു പാരൻകൈമ സെൽസ് ആണ്. അതിൽ നിന്നാണ് ഈ വാസ്കുലാർ കേമ്പിയം ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മെഡുലറി റേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഈ നമ്മുടെ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയ്ക്കുള്ള സാധനമാണ്. ഇവരിൽ നിന്നൊക്കെയാണ് ഈ വാസ്കുലാർ കേമ്പിയം പിന്നെ ഉണ്ടാവാനായിട്ട് പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അനാട്ടമിൽ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചതാണ് ഈ സാധനം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓൾറെഡി ഒരു ഫംഗ്ഷൻ എടുത്ത ആളല്ലേ. അപ്പൊ ഒരു ഫംഗ്ഷൻ എടുത്ത ആള് പിന്നെയും എന്താണ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വളരെ റയർ ചാൻസ് ആണ്. ആ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് പറയാം ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഡി ഡിഫറൻസിയേഷന്റെ റിസൾട്ട് ആയിട്ട് കിട്ടിയത് ആരെയാ? വാസ്കുലാർ കേമ്പിയം. നമുക്കിവിടെ വാസ്കുലാർ കേമ്പിയത്തിനെ അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടി. വാസ്കുലാർ കേമ്പിയത്തിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടി. ഈ വാസ്കുലാർ കേമ്പിയത്തിനോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ ഫംഗ്ഷൻ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവര് പറഞ്ഞു എന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ വിഡ്ത് കൂട്ടുക എന്നുള്ളതാണ്. പ്ലാന്റിന്റെ വിഡ്ത് കൂട്ടുന്നത് എങ്ങനെയാണ്? സൈലത്തിനെ ഇൻസൈഡിലേക്കും ഫ്ലോയത്തിനെ ഔട്ട് സൈഡിലേക്കും കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. കട്ട് സൈലം ഇൻസൈഡ് ആൻഡ് ഫ്ലോയം ഔട്ട് സൈഡ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഉണ്ടായിരുന്ന പാരൻകൈമ സെല്ല് അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതാണ് നമ്മുടെ സ്റ്റോറേജ്, ഫോട്ടോസിന്തസിസ്. ഇവർ പിന്നെയും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത്? ഡി ഡിഫറൻസിയേഷൻ. ഇനി ആ ഡി ഡിഫറൻസിയേഷൻ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ, ആ റീ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? റീ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിയേ, ആ വാസ്കുലാർ കേമ്പിയം രണ്ടാമതുണ്ടായ സാധനം, അവർക്ക് ഒരു പുതിയ ഫംഗ്ഷൻ കിട്ടി. എന്താണ്? സൈലത്തിനെ ഇൻസൈഡിലേക്കും ഫ്ലോയത്തിനെ ഔട്ട് സൈഡിലേക്കും കട്ട് ചെയ്യുക എന്നുള്ളത്. മക്കളെ, ഇതാണ് നമ്മുടെ ഡിഫറൻസിയേഷൻ, റീ ഡിഫറൻസിയേഷൻ എന്നുള്ള ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള സംഭവം. നമുക്കത് വേറൊരു കാര്യം ചെയ്യാം. എ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ജോലി കൊടുത്തു. എ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ജോലി കൊടുത്തു. അതാണെന്ത്? ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ കൊടുത്തു, ഒരു ജോലി കൊടുത്തു. ഓക്കെ, അയാളോട് നമ്മൾ പറയാണ് നിങ്ങൾ ക്ലാസ് ലീഡറാണെന്ന് പറയുക. നിങ്ങൾ ക്ലാസ് ലീഡറാണ്. ക്ലാസ് ലീഡറായിട്ട് എ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ജോലിക്ക് എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇയാളുടെ കയ്യിലിരിപ്പുണ്ട്, ഇയാൾക്ക് വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എ എന്ന് പേരുള്ള ആളെ അയാൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇനി ഒരു പ്രൊബേഷൻ പീരീഡിലാണ്, നിങ്ങൾ ഈ ജോലിയിൽ നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ആ മാറ്റുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം നമുക്ക് പുതിയ ലീഡറെ കിട്ടുന്നവരെ നമ്മൾ അയാളെ ആ ലീഡർ സ്ഥാനത്ത് തുടരുവാണ്. അതുപോലെ തന്നെ അവരെ പിന്നെ എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ മാറ്റും, 2-3 ദിവസമുള്ളിൽ മാറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെ പേരാണ് എന്ത്? ഡി ഡിഫറൻസിയേഷൻ എന്നുള്ള പറയാ. ഡി ഡിഫറൻസിയേഷൻ. ഇനി ഈ എ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ പുതിയതായിട്ടൊരു ജോലി കൊടുത്തു, റീ ഫംഗ്ഷൻ, ഒരു പുതിയ ജോലി കൊടുത്തു. ക്ലാസ് റൂം ക്ലീൻ ചെയ്തോളാൻ പറഞ്ഞു. ക്ലാസ് റൂം ക്ലീനിങ് ആണ് പുതിയതായിട്ട് കൊടുത്ത ജോലി. മനസ്സിലായോ? അപ്പൊ പുതിയ ഫംഗ്ഷൻ കിട്ടി, അതാണെന്ത്? റീ ഡിഫറൻസിയേഷൻ. ഇത് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എ എന്ന് പറഞ്ഞൊരു ലെറ്റർ വെച്ച് ഞാൻ പറഞ്ഞാണ്. നോക്കുക ഇവിടെ എന്താണ് സംഭവം നോക്കുക. ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ മാറുന്ന പ്രോസസ്സ്, അപ്പൊ എന്താണ്? റീ ഫംഗ്ഷൻ കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ ഡിഫറൻസിയേഷൻ, ഡി ഡിഫറൻസിയേഷൻ, റീ ഡിഫറൻസിയേഷൻ. ഉറപ്പായിട്ട് ഇതിന് ഏത് ചോദ്യം ചോദിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ റെഡി ആയിരിക്കണം. അപ്പൊ റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഈ സാധനം വൃത്തിയായിട്ട് പഠിച്ചോളൂ, ഉറപ്പാണ് ഇതിനകത്ത് മാർക്ക്. ശരി, ബൈ ബൈ.